ഹൈന്ദവ ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ അപമാനിക്കാൻ ശ്രമം. അനാശാസ്യ പ്രവർത്തനത്തിന് ഗുരുവായൂരിൽ സ്ഥലം വാടകയ്ക്ക് എന്ന രീതിയിലാണ് സമൂഹ മാധ്യമത്തിലെ പ്രചരണം. തിരുവനന്തപുരം സ്വദേശിയുടെ ഹോട്ടലിന്റെ പരസ്യമാണ് ഗുരുവായൂരിനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത്. ഞങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് അവിടെ. ഭാരതത്തിലെ തന്നെ പുരാതനവും പൗരാണികവുമായ ക്ഷേത്രനഗരിയാണ് ഗുരുവായൂർ. ഹൈന്ദവ വിശ്വാസികളുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വിവാദങ്ങളിൽ ഉൾപ്പെടുത്താൻ അടുത്തിടെയായി വ്യാപക ശ്രമം നടക്കുന്നു. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് വിദ്വേഷവും വിവാദങ്ങളും സൃഷ്ടിച്ച് ക്ഷേത്രനഗരിയെ അപമാനിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായത്. അനാശാസ്യ പ്രവർത്തനത്തിന് ഗുരുവായൂരിൽ സ്ഥലം വാടകയ്ക്കെന്ന രീതിയിലുള്ള വീഡിയോയാണ് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയുടെ ഹോട്ടലിന്റെ പരസ്യമാണ് ഗുരുവായൂരിനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ വീഡിയോയ്ക്കെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവും ശക്തമായി. ഒരു അനാശാസ്യ കേന്ദ്രമാക്കി ഗുരുവായൂരിനെ മാറ്റുകയും അതിൽ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ചൈതന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് ചില ശക്തികളുടെ ആസൂത്രിതമായ ലക്ഷ്യമാണ്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹോട്ടലിന്റെ നിലവിലെ ഉടമസ്ഥനല്ലെ നടത്തിപ്പുകാരൻ ഒരു ഹിന്ദു തന്നെയാണ്. ഹിന്ദുവിന് ധൈര്യമുണ്ടാകും ഇത് കാണിക്കാൻ. കാരണം അവനറിയാം ഈ മതത്തിൽ നിന്ന് യാതൊരുവിധമായ എതിർപ്പും ഉണ്ടാകില്ല, താനൊരു ജോസഫ് മാഷ് ആകില്ല എന്ന് അവന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവൻ ഈ തോന്നിയവാസം കാണിച്ചിരിക്കുന്നത്. മാധവി എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഗുരുവായൂർ, ശബരിമല, ധർമ്മസ്ഥല ഉൾപ്പെടെയുള്ള ഹൈന്ദവ കേന്ദ്രങ്ങളിൽ മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവണതകൾ സമീപകാലത്തായി വർദ്ധിക്കുകയാണ്. ജനം, പത്തനംതിട്ട.